അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, നിങ്ങൾ ജിമ്മിൽ ആദ്യമായിട്ട് പോകാൻ വേണ്ടി വിചാരിക്കുന്നവരാണോ? എന്നാൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ ജിമ്മിലോട്ട് പോകാവൂ. അതിലാദ്യം തന്നെ നിങ്ങൾ കുറച്ച് നാളത്തേക്ക് വേണ്ടി ജിമ്മിൽ പോവുക എന്നുള്ള പരിപാടി നടത്തണം. ഈ ലൈഫ് ലോങ് ജിമ്മിൽ പോകണം, അതൊരു പാഷനാക്കി മാറ്റണം. ഡെയിലി നമ്മൾ കുളിക്കാറുണ്ട്, കഴിക്കാറുണ്ട്, അതുപോലെ തന്നെ ഡെയിലി നമ്മൾ ജിമ്മിൽ പോകുന്നു, ആ ഒരു രീതിയിലാക്കി എടുക്കണം. നിങ്ങൾ ആദ്യമായിട്ട് ജിമ്മിൽ പോകാൻ വേണ്ടി വിചാരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് കുറേ പേർ ജിമ്മിൽ പോയാൽ അത് സംഭവിക്കും, ഇത് സംഭവിക്കും, വേ പ്രോട്ടീൻ എടുത്താൽ കൊച്ചുങ്ങളുണ്ടാവൂല, എൻ്റെ അമ്മൂമ്മയുടെ തേങ്ങ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ കുരക്കണവന്മാരിങ്ങനെ കുരച്ചുകൊണ്ടിരിക്കും. നിങ്ങളൊന്ന് ബോഡിയൊക്കെ സെറ്റായി അത്യാവശ്യം നല്ലൊരു ഫിസിക്കലോട്ട് എത്തുമ്പം യൗമാര് തന്നെ നിങ്ങളുടെ അടുത്ത് എന്തൊരു ഡയറ്റും ചോദിച്ചുകൊണ്ട് വരും. ഇതൊക്കെ റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ്. എത്ര എണ്ണം കളിയാക്കിക്കൊണ്ട് നടന്നു ഇപ്പൊ എല്ലാണോ ഡയറ്റ് പ്ലാനും ചോദിച്ചുകൊണ്ട് വരണേണ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. കൺസിസ്റ്റന്റ് ആയിട്ട് ജിമ്മിൽ പോകണം, നല്ല ഫുഡ് കഴിക്കണം, നല്ല ആവശ്യത്തിന് പ്രോട്ടീൻ കൊടുത്താൽ മാത്രമേ നമുക്ക് മസിൽ ബിൽഡ് ആവൂ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. വെറുതെ ജിമ്മിൽ പോയി രാവിലെയും വൈകിട്ടും കിടന്ന് അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ഇനിയെങ്കിലും അത് മനസ്സിലാക്കിയില്ല. ഇനി എന്ന് മനസ്സിലാക്കണം. ഞാൻ ഒരു 4 വർഷം എന്റെ കൊണ്ട് കളഞ്ഞു. ഈ ലാസ്റ്റ് ഒരു 6 മാസം കൊണ്ടാണ് ഞാൻ അത്യാവശ്യം ഒന്ന് ബോഡി സെറ്റാക്കി എടുത്തത്. ഇത്രയും നാൾ കളഞ്ഞു ഓർത്ത് എനിക്ക് വിഷമമുണ്ട്. കാരണം എൻ്റെ ഒരു 4 വർഷം ഞാൻ ഇതിനു വേണ്ടി ഈ പരിപാടി പഠിക്കാതെ കൊണ്ട് കളഞ്ഞു. അതിനിപ്പോൾ നിങ്ങൾക്കെങ്കിലും അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയണത്. പിന്നെ ഈ 18 വയസ്സ് കഴിഞ്ഞാലേ ജിമ്മിൽ പോവാവൂ അങ്ങനെയൊന്നുമില്ല. ഇവിടെയൊക്കെ 12 വയസ്സുള്ള പിള്ളേർ വരെ വരുന്നുണ്ട്. ഇതിലൊന്നും ഒരു കാര്യമില്ല. ഒരു സ്കിന്നായിട്ടുള്ള ഒരാളാണെങ്കിൽ അവൻ്റെ അടുത്ത് എല്ലാണോ കൂടെ പറയും, നീ എന്താ എത്ര മെലിഞ്ഞിരിക്കണത്, നിനക്കൊക്കെ ബോഡി സെറ്റ് ആവും, നീയൊക്കെ വല്ലതും ചെയ്യുന്നുണ്ടോ, ജിമ്മിലൊക്കെ പോയി വെറുതെ അല്ലേ ഇരിക്കണം, ഇങ്ങനെ കുറെ പറഞ്ഞ് അവനങ്ങ് തളർത്തും. ഇനി അത് നേരെ മറിച്ച് ഒരു തടിയുള്ള ആളാണെങ്കിലോ അവൻ്റെ അടുത്ത് പോയി ബ്രാ അടിച്ചിട്, ചള്ള വയറ്, എന്തൊരു ചാക്ക, ഫാമിലി പാക്ക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവനെ തളർത്തും. നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം, നിങ്ങൾ ജിമ്മിൽ പോകുന്നില്ല, ഈ പോകുന്ന ആൾക്കാരെങ്കിലും തളർത്തായിരുന്നോടെ. ഒന്നും വേണ്ട, അവരെ കുറച്ച് റെസ്പെക്ട് ചെയ്യും. ഒന്നുമില്ലെങ്കിലും നിങ്ങളെക്കാട്ടി എന്തോന്ന് പണി കൂടുതൽ എടുക്കുന്നുണ്ടല്ലോ. അതങ്ങനെ കുറെ എണ്ണം. നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ജിമ്മിൽ പോയി കിടന്ന് ഇങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത്, കറക്റ്റ് ഏത് വർക്കൗട്ട് ആയാലും കറക്റ്റ് അതിന്റെ ഫോം എങ്ങനെയാന്ന് കറക്റ്റ് പഠിച്ചതിന് ശേഷം മാത്രം കറക്റ്റ് ഫോമിനാ ചെയ്യുക. പിന്നെ മാത്രം വെയിറ്റ് വെക്കുക. ഇത് ആർക്കും ശ്രദ്ധയില്ല. നിങ്ങൾ പയ്യെ മൈൻഡ് കൺട്രോൾ ആയിട്ട് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ഫിസിക് ഉണ്ടാക്കി എടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഓരോ വർക്കൗട്ടും നിങ്ങൾ കറക്റ്റ് മൈൻഡ് മസിൽ കണക്ഷൻ വെച്ച് മാത്രം കളിക്കുക. വെറുതെ എന്നിട്ട് ഒരു ഫോമും ഇല്ലാതെ എങ്ങനെയെങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടൊരു കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ തളർത്താൻ നോക്കുന്നവന്മാർ അവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെ പണി എന്താണോ അതങ്ങ് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം വരും. നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഓരോ ആഴ്ചയിലും ഓരോ വർക്കൗട്ട് ചെയ്യാതെ ഓരോ പാർട്ടിനും കറക്റ്റ് എല്ലാ ആഴ്ചയിലും ഇപ്പൊ 5 വർക്കൗട്ട് ആണെങ്കിൽ ആ 5 വർക്കൗട്ട് തന്നെ അടുത്ത ആഴ്ച നിങ്ങൾ ചെയ്യണം. പ്രോഗ്രസീവ് ഓവർലോഡ് കൊടുത്ത് ചെയ്യണം. ഇന്നൊരു 5 വെയിറ്റ് ആണ് ഇട്ടെങ്കിൽ നാളെ അത് 6 ആക്കാൻ പറ്റണം, അല്ലെങ്കിൽ 5.5 ആക്കാൻ പറ്റണം. അങ്ങനെ കൂട്ടി ചെയ്താൽ മാത്രമേ മസിൽ ബിൽഡ് ചെയ്യൂ. അല്ലാതെ ഈ സെയിം വെയിറ്റ് ഇട്ട് തന്നെ ഒരു 4 റെപ്പ് ചെയ്ത് അങ്ങനെയും ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ ബിഗിനേഴ്സിനുള്ളതാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യമാണിത്. ഇന്ന് ജസ്റ്റ് നിങ്ങൾ ഇൻക്ലൈൻ ബാർബിൾ പ്രസ്സും ഡിക്ലൈൻ ബാർബിൾ പ്രസ്സും ആണ് അടിച്ചെങ്കിൽ അടുത്ത ആഴ്ച അത് കളിച്ചിട്ട് അതിൽ വെയിറ്റ് കൂട്ടാൻ ശ്രമിക്കുക. അല്ലാതെ പോയി വേറെ അടുത്ത ബിഗ് പ്ലേയും വേറെ പ്ലേ ഒക്കെ ചെയ്ത് സമയം കളയാതെ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഏത് വർക്കൗട്ടാണോ ചെയ്തത് ആ വർക്കൗട്ട് തന്നെ ഈ ആഴ്ചയും ചെയ്യുക. ഈ ആഴ്ച ചെയ്യുമ്പം കഴിഞ്ഞ ആഴ്ച 10 വെയിറ്റ് ഇട്ടെങ്കിൽ ഇപ്പൊ 11 ആക്കുക. ആ ഒരു കാര്യം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഈ വർക്കൗട്ട് ചെയ്യാൻ സമയമില്ല, ഡയറ്റ് എടുക്കാൻ സമയമില്ല, ഡയറ്റ് ഫുഡ് ഉണ്ടാക്കാൻ സമയമില്ല, ഇങ്ങനെയൊക്കെ പറയുന്നിടത്ത് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഈ ബോഡി ബിൽഡേഴ്സും ബോഡി സെറ്റാക്കുന്നവരും അത്യാവശ്യം ഫാറ്റ് ലോസ് ചെയ്യുന്നവരെല്ലാവരും ഇതുപോലെ ഡിസിപ്ലിൻ പാലിച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കുറച്ചിട്ടുള്ളത്. അല്ലാതെ സമയമില്ല, ഓഫീസിൽ പോകണം. നിങ്ങൾക്ക് അരമണിക്കൂർ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ അരമണിക്കൂർ ചെയ്താൽ മതി. പക്ഷെ ആ അരമണിക്കൂർ നിങ്ങൾ വേറെ കാര്യങ്ങൾ സംസാരിക്കാതെ ആ അരമണിക്കൂർ കുറച്ച് ഫോക്കസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യണം. ബാക്കി നിങ്ങളുടെ ഡയറ്റോടെ ക്ലിയർ ആയാൽ നിങ്ങളുടെ ബോഡിയൊക്കെ സെറ്റ് ആവും. പക്ഷെ ആ അരമണിക്കൂർ നിങ്ങൾ കറക്റ്റ് വർക്കൗട്ട് ചെയ്തിരിക്കണം.
ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്താൽ ഞാൻ മടി പിടിച്ചിരുന്നെങ്കിൽ എനിക്ക് അത്യാവശ്യം ബോഡി സെറ്റാക്കാൻ പറ്റില്ല. എനിക്കിപ്പോ ഈ കട്ടിങ് ടൈം ആയത് കൊണ്ട് തന്നെ എനിക്ക് രാവിലെയും വൈകിട്ടും വർക്കൗട്ട് ഉണ്ട്. രാവിലെ ആപ്സിനും വൈകിട്ട് വെയിറ്റ് ട്രെയിനിങ്ങുമാണ്. അപ്പൊ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വേറെ ടൈം ആയാലും എനിക്കും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വർക്കും കാര്യങ്ങൾക്കൊക്കെ പോയതിന് ശേഷവും വെളിയിൽ നിന്നൊരു ഫുഡും കഴിക്കാതെ 3 നേരത്തെ മീലും പാക്ക് ചെയ്തിട്ട് ഓരോ റോഡ് സൈഡിൽ ഇരുന്നൊക്കെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ കഴിക്കണത്. പക്ഷെ ആ കറക്റ്റ് ടൈമിന് നമ്മൾ കറക്റ്റ് ഫുഡ് കൊടുത്തിരിക്കണം. അങ്ങനെ ഡിസിപ്ലിൻ പാലിച്ച് ചെയ്താൽ മാത്രമേ ബോഡി സെറ്റാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അങ്ങനത്തെ ജനറ്റിക്സ് ആയിരിക്കണം വർക്കൗട്ട് മാത്രം ചെയ്ത് ബോഡി സെറ്റാക്കാൻ വേണ്ടി. അല്ലാതെ അത്യാവശ്യം ഫാറ്റ് ഉള്ളവർക്കായാലും സ്കിന്നായിട്ടുള്ളവർക്കായാലും കറക്റ്റ് ഡയറ്റും ഡിസിപ്ലിനും ഇല്ലാതെ ഒരു പരിപാടിയും നടക്കൂല. പിന്നെ ഇതൊരു ലൂപ്പാണ് ഈ ജിം എന്ന് പറയണത്. ഇതിലോട്ട് കയറിയാൽ പിന്നെ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റൂല. എനിക്ക് അത്യാവശ്യം കുറച്ച് ബോഡി ഉണ്ട്. ഈ കുറച്ച് ബോഡിയിൽ നിന്ന് എനിക്ക് അടുത്തത് തോന്നണം അടുത്ത ഏതെങ്കിലും ബോഡി ബിൽഡേഴ്സിനെ പോലെ ആവണം. നമ്മൾ ആഗ്രഹങ്ങൾ നിൽക്കൂല. ഇങ്ങനെ ഓരോന്നാവണം കമ്പയർ ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പൊ ഇതൊരു ലൂപ്പാണ്. ഇതിനും തിരിച്ചിറങ്ങാൻ ഒരിക്കലും പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ ജിമ്മിൽ കയറുന്നവരാണെങ്കിൽ ഇത് ലൈഫ് ലോങ് ഇത് കൊണ്ടുപോകും എന്ന മൈൻഡ് ഉള്ളവർ മാത്രം കയറുക. അല്ലെങ്കിൽ എല്ലാവരും പിന്നെ ഈ ബോഡി സെറ്റാക്കാൻ പറ്റാത്തവന്മാരെ മെയിൻ ഒരു ഡയലോഗാണ്, ഞാൻ ബോഡി സെറ്റാക്കാനൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് ഒതുങ്ങി അല്ലെ എസ്തെറ്റിക് ഷേപ്പ് ആവാൻ വേണ്ടിയാണ്. എന്തൊക്കെയാണ് അവർ പറയണതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് കുറച്ചു പേർക്ക് അസുഖമുണ്ട്, കണ്ണടിയുണ്ട്. അപ്പൊ എന്തിരിക്കാൻ പറ്റും? കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ. ഇങ്ങനെ പറയണതിൽ കുറച്ച് അഹങ്കാരം ഉണ്ടെന്നൊക്കെ അറിയാം, എന്നാലും ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ്സും കാര്യങ്ങളും നിങ്ങൾ എന്തായാലും ഒന്ന് മനസ്സിലാക്കി വെച്ചരാ. കാരണം ഇതൊക്കെയാണ് ജിമ്മിലെ ഒരു മൊത്തത്തിലുള്ള ഒരു സംഭവം. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടോ, അത് നിങ്ങൾ ജിമ്മിൽ വന്ന് തന്നെ മനസ്സിലാക്കണം. അല്ലാതെ ഈ വീട്ടിൽ ഇരുന്ന് യൂട്യൂബും നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ അതിൽ പറയണേം കേട്ട്, ഇതിപ്പോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നത്, എന്നാലും പറഞ്ഞതെന്ന് വെച്ചാ ഈ ജിമ്മിൽ പൊക്കൂടെ, ഈ ജിമ്മിനെ പറ്റി നെഗറ്റീവ് അടിക്കണ കുറെ പേരുണ്ടല്ലോ, അവരെ വീഡിയോസും കണ്ടിട്ട് പൊക്കം വെക്കൂല, തടി കൂടും, കിഡ്നി അടിച്ചു പോവും, വെയിറ്റ് കൂട്ടിയടിച്ച് ഹാർട്ട് അറ്റാക്ക് വരും, ഇതൊക്കെ മൈൻഡ് ചെയ്യാൻ പോകരുത്. ഇത് ഇപ്പോഴും ഇതൊക്കെ ആലോചിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതൊക്കെ കഴിഞ്ഞ് 2025 ഇനിയെങ്കിലും ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം. പിന്നെ വേ പ്രോട്ടീൻ എടുത്താൽ അതാണ് കുഴപ്പം, ഇതാണ് കുഴപ്പം. ഈ വേ പ്രോട്ടീനൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, നിങ്ങൾക്കിപ്പോൾ എവിടെയെങ്കിലും ഓഫീസിലോ ഡ്യൂട്ടിക്കോ എവിടെയെങ്കിലും കോളേജിലോ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് ചിക്കനും മുട്ടയും ഉണ്ടായിക്കൊണ്ടിരിക്കാൻ ടൈമില്ലെങ്കിൽ ജസ്റ്റ് ഇത്ര ഒരു 50 ml വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് വേ പ്രോട്ടീൻ ഇട്ട് കുടിക്കുക. അപ്പം 100 ഗ്രാം ചിക്കനുള്ളത് വേ പ്രോട്ടീനിൽ നിന്നായി. അത്രേ ഉള്ളൂ. അല്ല ഈ വേ പ്രോട്ടീൻ എടുത്തൊന്നും പറഞ്ഞ് ഒന്നും മസിൽ കൂടുതൽ വരാനോ ഒന്നും പോകണില്ല. ഡെയിലി നിങ്ങളെ ബോഡി വെയിറ്റിന്റെ ഇരട്ടി പ്രോട്ടീൻ കൺസ്യൂം ചെയ്താൽ മാത്രമേ ഇത് വരൂ. 2 നേരം വേ പ്രോട്ടീൻ എടുത്തിട്ട് ബാക്കി നേരം ഉള്ള ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾക്ക് മസിൽ വരൂല. ബാക്കി നേരം ചിക്കനും മുട്ടയും കറക്റ്റ് ഒരു 120 ഗ്രാം പ്രോട്ടീനും കൊടുത്ത്, എന്നിട്ട് വേ പ്രോട്ടീനും എന്താന്ന് വെച്ചാൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ബോഡി ഉണ്ടാക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞത് ഒരു 60 കിലോയ്ക്ക് മേലിലുള്ള കാര്യങ്ങളാണ്. ബാക്കിയുള്ളവർക്ക് ഒരു 120 ഗ്രാം പ്രോട്ടീൻ മതി. പിന്നെ ഈ ഡയറ്റും ചോദിച്ച് കുറെ പേര് വരുന്നുണ്ട്. അവർക്കുള്ളതൊക്കെ തന്നെ ഈ വീഡിയോ. ഡയറ്റിന് മുമ്പ് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ് ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ ഡയറ്റ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാൻ? പലരും വന്നിട്ട് തെറ്റായ ഫോമിലാണ് എല്ലാ വർക്കൗട്ടും ചെയ്യുന്നത്. ആദ്യം ഫോം നിങ്ങൾ കറക്റ്റ് ആക്കുക, എല്ലാ വർക്കൗട്ടിന്റെയും ഫോം കറക്റ്റ് ആക്കുക, പിന്നെ നിങ്ങൾക്ക് ഡയറ്റ് എടുക്കാം. ആദ്യമേ ഡയറ്റ് എടുത്തിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് ഫോമും ഇല്ലാതെ എങ്ങനെയും വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ബോഡി ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം ജിം എന്താണെന്ന് മനസ്സിലാക്കി വർക്കൗട്ട് എല്ലാം നിങ്ങൾ കറക്റ്റ് പഠിക്കും. എന്നിട്ട് നിങ്ങൾ ഡയറ്റ് തുടങ്ങിയാൽ മതി. അതാകുമ്പം ഒരു വർഷം എടുക്കും ചിലപ്പോൾ എല്ലാ വർക്കൗട്ടും ഒന്ന് പഠിച്ചു വരാൻ. അത് കഴിഞ്ഞ് ഡയറ്റും എടുത്തിട്ട് പിന്നെ ഒരു 3 മാസം കൊണ്ട് നിങ്ങൾക്ക് സെറ്റ് ആക്കി എടുക്കാൻ പറ്റും. പക്ഷെ ആദ്യം നമുക്ക് എന്തൊരു വേണം? അടിത്തറ വേണം. അടിത്തറയ്ക്ക് ജിം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ബോഡി സെറ്റ് ആക്കാൻ പറ്റൂ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനായി എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. സ്റ്റേ ഹെൽത്തി. സൈനിങ് ഓഫ്, ഫർഹദ് ഫിറ്റ്നസ്.